കളഞ്ഞത്? വാഹനങ്ങൾ പോയിട്ടേ ക്രോസ് ചെയ്യാവോ എന്ന് അമ്മ പറഞ്ഞു. അതിനിപ്പോ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. അതാ പറഞ്ഞത്, വാഹനങ്ങൾ പോകാൻ കാത്തു നിൽക്കുവാന്ന്. ഇങ്ങ് വാടാ. രാവിലെ എന്തിനാ ടീച്ചർ ചൂടായേ? അത് എക്സാം എഴുതാൻ ഹാൾ ടിക്കറ്റ് വേണമെന്ന് ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ഒരു ബാൽക്കണി ടിക്കറ്റ് തന്നെ എടുത്തോന്ന് ഞാൻ പറഞ്ഞു. അതിനാ. എക്സാമിന് നീ വല്ലതും എഴുതിയോ? ഇല്ല. നീയോ? ഞാനും ഒന്നും എഴുതിയില്ല. ഷെടാ, നമ്മൾ കോപ്പി അടിച്ചതാണെന്ന് ടീച്ചർ വിചാരിക്കില്ലേ? വരൂ വരൂ, ധൈര്യശാലികൾക്ക് പങ്കെടുക്കാം. പഴക്കുലയോട് ഏറ്റുമുട്ടാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. രസികൻ തീറ്റ മത്സരം. 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം കഴിക്കണം. അതാണ് മത്സരം. ആർക്കും പങ്കെടുക്കാം, എപ്പോഴും പങ്കെടുക്കാം. ആകെ വേണ്ടത് സ്വന്തമായൊരു വയറ് മാത്രം. 15 മിനിറ്റ് കൊണ്ട് 6 കുല പഴം കഴിക്കാനോ? ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. ഞാൻ റെഡി. എല്ലാവരും കണ്ടോളൂ, ഒരു കൊച്ചുകുട്ടി ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാം. മത്സരം തുടങ്ങും മുൻപ് ഞാൻ ഇപ്പൊ വരാം. എന്തു പറ്റി? എങ്ങോട്ടാ? ഇപ്പൊ വരാന്നേ. ഞാൻ എത്തിപ്പോയി. മത്സരം തുടങ്ങാം. നീ ഇത് എവിടെ പോയതാ? വീട് വരെ പോയതാ. എന്തിന്? 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം തിന്നാൻ പറ്റുമെന്ന് റിഹേഴ്സല് നോക്കാൻ പോയതാ. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. ആ കുളത്തിൽ നിറമുള്ള താമരപ്പൂ, ഈ മരത്തിൽ മണമുള്ള ചെമ്പരത്തി.
മാസം മുതല് തടി കുറയ്ക്കാൻ പോവാ. രാവിലത്തെ നിന്റെ തീറ്റ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. എന്തായാലും തടി കുറയ്ക്കാൻ പോവല്ലേ, അപ്പോ മാക്സിമം തടിച്ചിട്ട് കുറയ്ക്കാമെന്ന് വെച്ചു. എന്നും 10 കിലോമീറ്റർ വെച്ച് ഒരു മാസം നടന്ന തടി കുറയും. എന്നും 10 കിലോമീറ്റർ വെച്ച് നടന്ന ഒരു മാസം കഴിയുമ്പോ ഞാൻ അടുത്ത കാട്ടിലെത്തില്ലേ? ആ പോകുന്നത് കുഞ്ഞാപ്പിയുടെ അച്ഛനല്ലേ? ചേട്ടാ, ഒരു മിനിറ്റ്. ചേട്ടന്റെ മോനല്ലേ UKG-യിലെ കുഞ്ഞാപ്പി? അതെ, എന്താ കാര്യം? കുഞ്ഞാപ്പിയോട് നന്നായി പഠിക്കാൻ പറയണം. അതെന്താ, ക്ലാസ്സിൽ അവൻ നിന്റെ അടുത്താണോ ഇരിക്കുന്നേ? ഏയ് അല്ല, പരീക്ഷയ്ക്ക് അവന്റെ ഉത്തരം നോക്കി എഴുതി എനിക്ക് കിട്ടിയതേ 0 മാർക്കാ. ഇന്ന് നമ്മുടെ സ്കൂൾ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷനാ, പോയാലോ? ക്രിക്കറ്റ് കളി കാണാത്ത ഞാൻ എന്തിനാ വരുന്നേ? കളിയൊക്കെ ഞാൻ പഠിപ്പിക്കാം, നീ വാ. സെലക്ഷന് ഞങ്ങളുമുണ്ട്. നന്നായി കളിക്കുന്നവരെയെ ടീമിലെടുക്കൂ. നല്ല വ്യായാമം വേണം. അത് പോട്ടെ, നിങ്ങൾ എന്നും ഓടാറുണ്ടോ? അമ്മ ഓടിക്കുമ്പോ ഓടാറുണ്ട്. പന്തെറിഞ്ഞ് പരിശീലിക്കാറുണ്ടോ? കരടിച്ചേട്ടന്റെ പറമ്പിലെ മാവിനെറിഞ്ഞ് പരിശീലിക്കുന്നുമുണ്ട്. അതുപോട്ടെ, ഒരു കളിയിൽ എത്ര സിക്സറുകൾ അടിക്കാറുണ്ട്? കളിച്ച് വൈകുമ്പോ അച്ഛൻ വടി കൊണ്ട് അടിക്കാറുമുണ്ട്. ഏത് കമ്പനിയുടെ ബാറ്റാ കയ്യിലുള്ളേ? ഓൾമിയാഡൽ. അതേത് കമ്പനിയാ? ഓലമണലിന്റെ ബാറ്റാണെന്ന്. നിങ്ങൾക്ക് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ താല്പര്യം? എനിക്ക് ഗോളി ആയാ മതി. ഗോളിയോ? അതാവുമ്പോ ഗോൾ പോസ്റ്റ് ചാരി ചുമ്മാ നിൽക്കാലോ. ചതിച്ചു. ഇവനെ ഫുട്ബോളും കളിക്കും, അതുകൊണ്ട് മാറിപ്പോയതാ. ടീം ക്യാപ്റ്റൻ കുഞ്ഞനാണെങ്കിൽ നോ ബോളും വൈഡും എറിയുന്നവരെ എങ്ങനെ ശരിയാക്കും? ആഹാ, നോ ബോൾ കൊണ്ടും വൈഡ് കൊണ്ടും എറിഞ്ഞാലേ കളിങ്കല് കൊണ്ട് ഞാനും തിരിച്ചറിയും എന്നോടാ കളി. ഇപ്പൊ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി വയറ്. നിനക്ക് ഈ തീറ്റയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ? മെട്രോ ട്രെയിനിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ വയറ്റിലൂടെ വേറെ ട്രെയിൻ ഓടുമ്പോ ഞാൻ അതിനെ പറ്റിയല്ലേ പറയേണ്ടത്. അതേത് ട്രെയിൻ? വിശപ്പിന്റെ ട്രെയിൻ.
വാ, ആ ഹോട്ടലിൽ കേറാം. കണ്ണി കണ്ടതൊക്കെ വലിച്ചു കേട്ടരുത്. എല്ലാത്തിനും ഒരു കണക്ക് വേണം. പറഞ്ഞേക്കാം. കണക്കൊക്കെ നീ നോക്കിക്കോ. കണക്കിൽ ഞാൻ പണ്ടേ വീക്കാ. കണക്കൊന്നും നീ ഇനിയും പഠിച്ചില്ലേ? അതിനൊക്കെ ചെറിയ വിദ്യകളുണ്ട്. എന്ത് വിദ്യ? ചെറിയ കാര്യങ്ങൾ ഓർത്താ കണക്ക് എളുപ്പം പഠിക്കാം. എങ്ങനെ? മനസ്സിലായില്ല. ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ 20 രൂപയുണ്ടെന്ന് വിചാരിച്ചു. കരടി ചേട്ടന്റെ കടയിൽ നിന്നും നീ 4 രൂപക്ക് മിഠായി വാങ്ങി. 20 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കരടി ചേട്ടൻ തിരിച്ചു തരും? 11 രൂപ. ഷോ, അതെങ്ങനെ? 16 രൂപ കാണില്ലേ? അതിനെ കരടി ചേട്ടന് ഞാൻ 5 രൂപ കൊടുക്കാനുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ കണക്കുകൾ പഠിക്കാം. കണക്കെന്ന് കേട്ടപ്പോഴേ ഉറക്കം വന്നു. അത് കണക്കില്ലാതെ തിന്നുന്നത് കൊണ്ടാ. ആര് പറഞ്ഞു കണക്കില്ലെന്ന്? രാവിലെ കഴിച്ചത് 8 കുലപ്പഴം, 6 കരിമ്പ്, 4 ചെമ്പ് ചായ, 3 ചക്ക. തീറ്റ കണക്കെങ്കിലും അറിയാമല്ലോ. ഭാഗ്യം. ഞാനൊരു ചോദ്യം ചോദിക്കാം. 10 മാങ്ങ 12 പേർക്ക് എങ്ങനെ കൃത്യമായി വീതിച്ചു കൊടുക്കും? കുഞ്ഞൻ പറയൂ. അത് 10 മാങ്ങ ഒന്നിച്ച് ജ്യൂസ് അടിച്ചാൽ മതി. ജലക്ഷാമത്തെ കുറിച്ച് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ജലക്ഷാമം കുറയ്ക്കാൻ പക്രു എന്താണ് ചെയ്തത്? ഞാൻ കുളിക്കുമ്പോ 10 തവണ കൊലവറി എന്ന പാട്ട് പാടുമായിരുന്നു. ഇപ്പോ അത് 7 തവണയാക്കി. ശരിയാ, 3 പാട്ടിന്റെ വെള്ളം ലാഭിക്കുന്നുണ്ട്. കുഞ്ഞാ, നീയോ? ഞാൻ കുളിക്കുന്നതേ ആഴ്ചയിൽ ഒരിക്കലാക്കി. മാജിക് പൊളിഞ്ഞാലേ വന്നവരെ എല്ലാം ഒരു സൂപ്പ് വെക്കും. സ്റ്റേജിലേക്ക് ആരെയും കേറ്റരുത്. പ്രത്യേകിച്ച് അപരിചിതരെ സൂക്ഷിക്കണം. അപരിചിതരെ സൂക്ഷിക്കാൻ ഈ സഞ്ചി മതിയോ? നീ ഒന്ന് മിണ്ടാതിരി. ആദ്യത്തെ മാജിക് ഒരു മൃഗത്തെ അപ്രത്യക്ഷമാക്കലാണ്. അതിന് ഒരു മൃഗത്തിന്റെ സഹായം വേണം. ജിഞ്ചക്കൻ ചേട്ടൻ വരൂ. ഞാനിതാ ജിഞ്ചക്കൻ ചേട്ടനെ കർട്ടൻ കൊണ്ട് മറയ്ക്കുന്നു. ചുവരിൽ ഒരു ചെറിയ വാതിലുണ്ട്. കർട്ടൻ അടച്ചു കഴിഞ്ഞാ വാതിലിന്റെ കൊളുത്ത് ഊരിയാ മതി. ശരി ശരി, ഞാൻ ഏറ്റു. ജിം ജൂം ജാം, പൈനാപ്പിൾ ജാം, സ്ട്രോബെറി ജാം, മിക്സ്ഡ് ഫ്രൂട്ട് ജാം, ട്രാഫിക് ജാം. ഇതാ അത്ഭുതം കാണൂ. ചേട്ടൻ വാതിൽ തുറന്നില്ലേ? വാതിൽ തുറക്കാനോ? എന്നോട് കൊളുത്തൂരാനല്ലേ പറഞ്ഞേ? ദാ കൊളുത്ത്. പക്രു, നിന്റെ ശരീരം നീ തന്നെ